ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമേരിക്കൻ ഡയറീസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് നോക്കിയപ്പോൾ അതിലൊരു റെസിപ്പി കണ്ടു, അങ്കമാലി മാങ്ങാക്കറി. അപ്പൊ ഞാൻ ശ്രീജ എടുത്ത നല്ലൊരു കറി ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ശ്രീജ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ സാധനം എടുത്തു തന്നിട്ട് പറഞ്ഞു അത്ര നല്ലതാണെങ്കിൽ എന്നാ ഒന്ന് ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച മാങ്ങയിലോട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും വിനെഗറും ചേർക്കാം. അപ്പൊ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒണിയൻ, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം ഇട്ടിട്ട് നമ്മുടെ രണ്ടാം പാലൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതുമായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ രണ്ടാം പാലൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മാങ്ങയും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതിനകത്തോട്ട് ഇടണം. അപ്പോൾ നമ്മൾ ചട്ടിയിൽ വെച്ച ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ മാങ്ങ മിക്സ് ചെയ്യണം. അപ്പൊ മാങ്ങ പെട്ടെന്ന് തന്നെ വേവും, അപ്പൊ അതിനധികം സമയം എടുക്കത്തില്ല. ഓക്കെ, അപ്പൊ ഇനി അധികം പരിപാടിയില്ല, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കടുക് വറക്കുക, ഒന്നാം പാല് ഒഴിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ, നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഉടനെ തന്നെ റെഡിയാവും. അപ്പോൾ ഒന്നാം പാല് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഇതിനകത്തോട്ടൊന്ന് ഒഴിക്കണം. ഓൾമോസ്റ്റ് ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇതിന്റെ. അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കടുക് വറുത്തു. അപ്പൊ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ നമുക്ക് അമ്മുവിനെ വിളിക്കാം. അമ്മു, ഇതിന്റെ ടേസ്റ്റ് നോക്കി പറയാമോ? സൂപ്പർ, ഇഷ്ടപ്പെട്ടു? ഈ കുക്കിംഗ് എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ പുതിയ കറികളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.